എല്ലാവർക്കും സംയോഗ ലൈഫിലേക്ക് സ്വാഗതം. സമയമില്ലാത്തവർക്ക് യോഗ ചെയ്യാൻ പറ്റുമോ? കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ച ചോദ്യമാണ്. പറ്റുമെന്നായിരുന്നു എൻ്റെ ഉത്തരം. അദ്ദേഹത്തിന് കൊടുത്ത ആ ഉത്തരമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ ഈ പറയുന്നത് യോഗയുടെ ഏറ്റവും ലളിതമായിട്ടുള്ള രീതിയാണ്. ആർക്ക് വേണമെങ്കിലും ചെയ്യാം. പ്രത്യേക സമയമൊന്നും വേണ്ട, പ്രത്യേകിച്ച് സ്ഥലം വേണ്ട. അത് മാത്രമല്ല, ഇത്രയും വേണ്ടെങ്കിലും ജീവിതത്തിൽ കിട്ടാവുന്ന പരമാവധി സന്തോഷവും സമാധാനവും സംതൃപ്തിയൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അതാണ് ഈ യോഗയുടെ പ്രത്യേകത. അത് പറയുന്നതിന് മുമ്പ് എന്താണ് യോഗ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. യോഗ എന്നാൽ ശരീരവും മനസ്സും ആത്മാവും സമന്വയിച്ച് ചെയ്യുന്ന ഏതൊരു കർമ്മവും യോഗയായി മാറും. നിങ്ങൾ ചെയ്യുന്ന ദൈനംദിനം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും ഈ യോഗയുടെ പ്രയോഗ രീതി കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പ്രാവർത്തികമായിട്ടുള്ള ഈ യോഗ. ഇത് ആരംഭിക്കുന്നത് നിങ്ങളുടെ ഒരു ദിവസത്തോടൊപ്പമാണ്. നിങ്ങൾ രാവിലെ ഉണർന്നെണീക്കുമ്പോൾ മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നിങ്ങൾ യോഗ ചെയ്തുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് സമയം വേണ്ട. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിലാണ് ഈ യോഗ നടത്തുന്നത്. നിങ്ങളുടെ പ്രവൃത്തികളിൽ ശരീരവും മനസ്സും സമന്വയിപ്പിച്ച് ചെയ്യുന്ന അതാണ് ഏറ്റവും മഹത്തരമായ യോഗ. അപ്പോൾ എങ്ങനെയാണ് ഈ യോഗ ചെയ്യുന്നതെന്ന് ഞാൻ വിശദീകരിക്കാം. നമ്മളൊക്കെ ഒരു ദിവസത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഉറക്കം എഴുന്നേൽക്കുക എന്നുള്ള ഒരു കർമ്മമാണ് ചെയ്യുന്നത്. ആ ഉറക്കം എഴുന്നേൽക്കുന്ന കർമ്മത്തെ യോഗയാക്കി മാറ്റാൻ കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. ഉറക്കം എഴുന്നേൽക്കുന്ന ആ പ്രവൃത്തിയെ എങ്ങനെ യോഗയാക്കി മാറ്റാം എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പം നമ്മളെല്ലാം തന്നെ രാവിലെ ഉറക്കം എണീക്കുന്നുണ്ട്, എണീറ്റ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടത് യോഗയാവുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഉറക്കം എണീക്കുമ്പോൾ തന്നെ ഇനി അങ്ങോട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടായിരിക്കും എണീക്കുന്നത്. ഇതൊരിക്കലും യോഗയായി മാറില്ല. യോഗയായി മാറണമെങ്കിൽ ആ എണീക്കുന്ന പ്രവൃത്തിയിൽ തന്നെ ആ മനസ്സിനെ അർപ്പിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതൊരു യോഗയായി മാറും. ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത് ചെയ്യുന്ന പ്രവൃത്തി ഏതാണ്? ഉദാഹരണത്തിന് മുഖം കഴുകുന്ന പ്രവൃത്തിയാണെന്ന് വെച്ചോളൂ. ഈ മുഖം കഴുകുന്ന പ്രവൃത്തിയിൽ നമ്മുടെ ശരീരം ചെയ്യുന്ന ആ പ്രവൃത്തിയിൽ മനസ്സിനെ അർപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ അതും യോഗയായിട്ട് മാറും. അങ്ങനെ ചെയ്യുമ്പോൾ മുഖം കഴുകുമ്പോൾ സാധാരണ താഴേന്ന് മുകളിലോട്ടാണ് ലിഫ്റ്റ് ചെയ്ത് നമ്മൾ മുഖം കഴുകേണ്ടെന്നുള്ള ഒരു ഇതും കൂടി നിങ്ങൾ ഓർമ്മിച്ചോളൂ. അല്ലെങ്കിൽ ആ ഫേസിൻ്റെ മസിൽ അയഞ്ഞ് തൂങ്ങാനുള്ള സാധ്യതയുള്ളവരാണ്. അപ്പോൾ ഇതാണ് നമ്മൾ യോഗയുടെ ആപ്ലിക്കേഷൻ പ്രവൃത്തികളിൽ വരുത്തുന്നതിൻ്റെ ഏറ്റവും ലഘുവായിട്ടുള്ള മാർഗം. ഇത് ഇനി അങ്ങോട്ടുള്ള പ്രവൃത്തികളിലെല്ലാം ഉടനീളം നമ്മൾ അനുവർത്തിക്കുന്ന രീതി ഇത് തന്നെയാണ്. എന്ത് പ്രവൃത്തി ചെയ്താലും ഈ സമയം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ, ഇപ്പം നമ്മൾ മുഖം കഴുകുമ്പോൾ വേറെ കാര്യങ്ങളൊന്നും ആലോചിക്കാൻ പാടില്ല. കഴിഞ്ഞു പോയ കാര്യങ്ങളോ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളോ ഒന്നും ആലോചിക്കാതെ ആ ചെയ്യുന്ന പ്രവൃത്തികളിൽ മാത്രം, ശരീരം ചെയ്യുന്ന പ്രവൃത്തിയിൽ മാത്രം മനസ്സിനെ അർപ്പിച്ച് ചെയ്യുന്ന ആ കർമ്മത്തെയാണ് നമ്മൾ യോഗയായിട്ട് യഥാർത്ഥത്തിൽ കൊണ്ടാടേണ്ടത്. ഇനി അങ്ങോട്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും, അതായത് മുഖം കഴുകി കഴിഞ്ഞു ഇനിയിപ്പം നിങ്ങൾ ലാട്രിനിൽ പോവും, പല്ല് തേക്കും, കുളിക്കും, ഒരുങ്ങും, ഭക്ഷണം കഴിക്കും, നിങ്ങൾ മറ്റുള്ള ജോലികളിൽ ഏർപ്പെടും. അങ്ങനെ ജീവിതത്തിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴും, അതുപോലെ തന്നെ നിങ്ങൾ തിരിച്ചു വന്ന് വീട്ടിൽ നിങ്ങൾ റിലാക്സ് ചെയ്തിരിക്കുമ്പോഴും, ഫാമിലിയായിട്ട് സംവേദിക്കുമ്പോഴും, നിങ്ങൾ TV കാണുമ്പോഴും എന്തൊക്കെ ചെയ്യുന്നോ ആ പ്രവൃത്തികളിലെല്ലാം, നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും മനസ്സിനെ അർപ്പിച്ച് ചെയ്യുന്ന ഒരു കർമ്മം നിങ്ങൾ നിർവഹിച്ചാൽ ഇതെല്ലാം യോഗയായിട്ട് മാറും. ഇങ്ങനെ നിങ്ങൾ ശരീരവും മനസ്സും അർപ്പിച്ച് ഓരോ പ്രവൃത്തികളിലും ഏർപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ആ ഓരോ പ്രവൃത്തിയും ആസ്വദിക്കുകയാണ്. ആസ്വദിച്ച് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും യഥാർത്ഥത്തിൽ ശരീരവും മനസ്സും സമന്വയിച്ചാണ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നിങ്ങൾ ദൈനംദിനം ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും സംതൃപ്തിയൊക്കെ ലഭിക്കുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ്. അപ്പോൾ അത് നിങ്ങൾ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ആസ്വദിച്ച്
നിങ്ങൾ ചെയ്യുന്ന കാര്യം. നിങ്ങൾക്ക് മുമ്പ് ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ കാലവും ഇല്ല, ഇനി വരാൻ പോകുന്ന കാലവുമില്ല. വർത്തമാന കാലത്തിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന പ്രവൃത്തികളിൽ, ശരീരം ചെയ്യുന്ന പ്രവൃത്തികളിൽ മനസ്സിനെ അർപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യോഗയുടെ ഫലങ്ങൾ ലഭിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെ സമയമില്ലാതെ യോഗ ചെയ്യാം എന്നുള്ളത്. ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിസ്സാരമായി തോന്നാമെങ്കിലും ഇത് ജീവിതത്തിൽ പകർത്താനായിട്ട് കുറച്ച് ശ്രമം ആവശ്യമാണ്. അതായത് ഇല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം വിട്ടുപോകും. പക്ഷേ ഒരു 21 ദിവസം നിങ്ങൾ ഇത് ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കിതൊരു ശീലമാകും. പിന്നെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും യോഗയായി മാറും. ഇങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ എല്ലാ പ്രവൃത്തികളിലും ഈ പറയുന്ന ആപ്ലിക്കേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8 മണിക്കൂർ ജോലി ചെയ്യാനും 8 മണിക്കൂർ വിശ്രമിക്കാനും ഒക്കെ കഴിയുന്നത്. കാരണം ഉറങ്ങുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തി സാധാരണ രീതിയിൽ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ആളുകൾക്ക് കാണുന്നത്. ഉറക്കം വരാറില്ല. പിന്നെ ടെൻഷൻ, സ്ട്രെസ്, സ്ട്രെയിൻ. നിങ്ങൾ ഈ യോഗ ചെയ്യുന്നതോടുകൂടി, ഈ ലഘു യോഗ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒരു മോചനം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാവും. ഈ പറയുന്ന പോലെ എല്ലാ പ്രവൃത്തികളിലും ശരീരത്തിനെയും മനസ്സിനെയും നിങ്ങൾ സമന്വയിപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ ടെൻഷനും സ്ട്രെസ്സും സ്ട്രെയിനും ഉറക്കമില്ലായ്മയും ഇതെല്ലാം നിങ്ങളിൽ നിന്ന് വിട്ടകന്നു പോകും. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സംതൃപ്തിയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൈവരും. ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും ആനന്ദവും ഒക്കെ ലഭിക്കട്ടെ. ഇതാണ് സംയോഗ ലൈഫിൻ്റെ ലക്ഷ്യവും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും ശാന്തിയും നിർഭയത്വവും ഒക്കെ ലഭിക്കട്ടെ. എല്ലാവരും സന്തോഷിക്കട്ടെ. അതിന് നിങ്ങളെ സഹായിക്കുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.